ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പാറൂസ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് യാത്രയുടെ വിശേഷങ്ങളുമായിട്ടാണ്. നമ്മൾ തിരുനെൽവേലി വരെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കണ്ണിൻ്റെ ഹോസ്പിറ്റൽ വരെ പോയതാണ്. എനിക്ക് കണ്ണൊന്നും കാണിക്കണ്ടായിരുന്നു, ഞാൻ വെറുതെ സ്ഥലമൊക്കെ കാണാനായിട്ട് പോയതാണ്. അപ്പം ഞാനും ചേട്ടനും ചേച്ചിയും കുഞ്ഞമ്മയും അമ്മച്ചിയമ്മയും കൂടെയാണ് പോയത്. അപ്പം നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു 9:30-9:45 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കായംകുളത്തുനിന്ന് നേരെ നമ്മൾ പോയത് ചുനക്കരയിലോട്ടാണ്. ചുനക്കരയിലായിരുന്നു ചേച്ചിയുടെ വീട്. അപ്പോൾ പോണ വഴിക്ക് നമ്മുടെ വെട്ടിക്കോട്ട് അമ്പലത്തിൽ പൈസയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. എവിടെ ലോങ് ട്രിപ്പ് പോയാലും ഞങ്ങൾ അമ്പലത്തിൽ എവിടെയെങ്കിലും കയറിയിട്ടേ പോകാറുള്ളൂ. അപ്പോൾ അവിടെ കയറി പ്രാർത്ഥിച്ച് പൈസയൊക്കെ ഇട്ടിട്ട് നേരെ ചേച്ചിയുടെ വീട്ടിൽ പോയി. ചേച്ചിയും പിള്ളേരെയും കൂട്ടി പിന്നെ അമ്മച്ചിയമ്മയുടെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ പിള്ളേരെ അവിടെ വിട്ടിട്ട് അവിടുന്ന് അവരെയും കൂട്ടിയിട്ടാണ് പിന്നെ പോകേണ്ടത്. അങ്ങനെ പോണ വഴിക്ക് ഒരിടത്ത് ഞങ്ങൾ ക്രോസ് അടച്ചിട്ടേക്കുമായിരുന്നു. ഈ സ്ഥലം ഏതാണെന്ന് എനിക്ക് അത്ര അങ്ങോട്ട് അറിയത്തില്ല കേട്ടോ. അവിടെ എന്തായാലും കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ അമ്മച്ചിയമ്മയുടെ വീട്ടിൽ പോയി. കുട്ടികളൊക്കെ അവിടെ ആക്കിയിട്ട് അവിടുന്ന് അമ്മച്ചിയമ്മയും കുഞ്ഞമ്മയും കൂട്ടി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു. ഇറങ്ങിയപ്പോൾ തൊട്ടേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ അടൂരൊക്കെ ആയപ്പോഴത്തേന് അത്ര വലിയ മഴയില്ല, ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് ചാറി നിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കുറേ പോയി കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും വിശപ്പ് തുടങ്ങി. ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കുള്ള ഫുഡ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവരെല്ലാം അവിടെ ഒരു ഹോട്ടലിൽ കയറി വീട്ടിലൂണ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി. എനിക്ക് നമ്മുടെ സ്ഥലം വിട്ട് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് അമ്മച്ചിയമ്മ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അമ്മച്ചിയമ്മയ്ക്ക് കുഞ്ഞമ്മ ഉഴുന്നുവട വാങ്ങിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞാൽ എനിക്കും തന്ന്. ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വണ്ടിയുടെ എന്തൊക്കെയോ കാര്യം എന്നോട് ചോദിക്കുന്നതാണ് ഞാൻ ഇരുന്ന് ആക്ഷൻ കാണിക്കുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര ബോറടിച്ചില്ല. കാരണം സൈഡിൽ കാടും മലയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് പോകാൻ. അപ്പം ഞാൻ പാട്ടൊക്കെ ഇട്ടിട്ട് പാട്ടും കേട്ട് സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ പോവാണ്. അങ്ങോട്ട് ഒത്തിരി നല്ല കാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കണ്ട് പോകാൻ രസമായിരുന്നു. ഉറങ്ങിയൊന്നുമില്ല. പണ്ട് ഞാൻ അങ്ങനെയല്ല, യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ഛർദിലും ഉറക്കവുമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. സ്ഥലങ്ങളൊക്കെ ആസ്വദിക്കാൻ തുടങ്ങി. അങ്ങനെ മലയൊക്കെ കണ്ട് അപ്പോഴത്തേനും ഞാൻ എനർജറ്റിക്കായി ഒന്നും കൂടി. സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങനെ പോവാണ്. പിന്നെ റോഡിൻ്റെ കാര്യം പറയാനാണേ നല്ല കുഴിയാണ്. മിക്കയിടങ്ങളിലും ഭയങ്കര കുഴിയായിട്ട് കിടക്കുകയാണ്. ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് ആകെ അലമ്പായിരുന്നു. പിന്നെ കുറേ അങ്ങോട്ട് പോയപ്പോഴത്തേന് ഒരു പൈനാപ്പിൾ തോട്ടം കേട്ടോ. അത് ഒത്തിരി അങ്ങോട്ട് സൂം ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതാ ഗ്ലാസ്സിലെല്ലാം വെള്ളം കണ്ടോ. മഴയൊക്കെ പെയ്യുന്നുണ്ട്. സ്ഥലമൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് പോവാണ്. ഇതാണെങ്കിൽ നമ്മുടെ തെന്മല ആ റൂട്ടുണ്ടല്ലോ, അവിടെയുള്ള എന്താ പാറയ്ക്ക് ഉള്ളിലൂടെ വരുന്നൊരു പാളം കേട്ടോ. എനിക്ക് പേരൊന്നും അറിയത്തില്ല, ആരും എന്നെ കൊല്ലരുത്. ആ സ്ഥലമാണിത്. അവിടുത്തെ റോഡ് പന്ന റോഡാണ്. മൊത്തം കുണ്ടും കുഴിയാണ്. ഒത്തിരി വണ്ടിയൊക്കെ പോണ റൂട്ടാണ്. പക്ഷെ ഇതുപോലത്തെ വൃത്തിയായിട്ട് റോഡ് കണ്ടിട്ടില്ല. അവിടെ അത്രയ്ക്ക് കുഴിയായിട്ട് കിടക്കുവാണ്. ഭയങ്കര പാടായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരാനായിട്ട്. പിന്നെ അവിടെ നമ്മൾ വീണ്ടും കുറേ മുന്നോട്ട് പോയി സ്ഥലമൊക്കെ കണ്ട് പോവാണ്. മൊത്തം സൈഡെല്ലാം ഇങ്ങനെ മലയും നല്ല കാട് പോലൊക്കെയാണ്. അപ്പം കണ്ടിരിക്കാൻ രസമാണ്. ഈ റൂട്ട് ഞാൻ മുന്നേ പോയിട്ടുണ്ട് ഒരു തവണ കണ്ട്. പിന്നെ കുറച്ച് കുരങ്ങന്മാരെ കണ്ട്. അതും കണ്ടിട്ട് വീണ്ടും മുന്നോട്ടിങ്ങനെ പോവാണ്. മൊത്തം നല്ല സ്ഥലവും പിന്നെ തണുത്ത കാറ്റുമാണ്. അടിപൊളിയായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ തമിഴ്നാട് ബോർഡർ കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ കയറി ചേട്ടനാണ് പറഞ്ഞു തന്നെ, എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ അവിടെ ഒരു ചായക്കടയിൽ കയറി. വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അതിന് ചായ കുടിക്കാനായിട്ട് കയറി. ഞാൻ ചായ കുടിച്ചില്ല. വൊമിറ്റ് ചെയ്താലോ എന്ന് പേടിച്ച് ഞാൻ ചായ കുടിച്ചില്ല. അതിൻ്റെ ഇപ്പുറത്ത് വന്ന ഒരു കടയുടെ ഫ്രണ്ടിൽ കയറി ഇരിക്കുകയാണ്. നല്ല കാറ്റായിരുന്നു, അടിപൊളി കാറ്റായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് അവരെല്ലാം ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വന്ന്. അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര പോവുകയാണ്. പിന്നെ അങ്ങോട്ടുള്ള ഈ മരങ്ങളിലെല്ലാം ഇങ്ങനെ വള്ളി പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അത് നല്ല ഭംഗിയായിരുന്നു. ഞാൻ മിക്കയിടത്തും അത് വീഡിയോ എടുക്കാൻ നോക്കി. അടുത്തെത്തുമ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കുന്നത്. അപ്പോഴത്തേനും അത് പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. പിന്നെയും ഫ്രണ്ടോട്ട് പോയി. തമിഴ്നാട്ടിലാണ് ഒരുപാട് അമ്പലങ്ങളാണ്. കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മളാണെങ്കിൽ അങ്ങോട്ട് പോണ വഴിക്ക് ഭയങ്കര ബ്ലോക്കായിരുന്നു. ഫ്രണ്ടോട്ട് കയറിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ആക്സിഡൻ്റ് ആയതാണെന്ന്.
പിന്നെ ഇവിടുത്തെ പശുക്കളെയൊക്കെ ഇങ്ങനെ അങ്ങ് വിട്ടേക്കുക, കെട്ടിയൊന്നും ഇടത്തില്ല. ഇതാണെങ്കിൽ കുറച്ച് സ്കൂൾ കുട്ടികൾ പോവാണേ. അതിലൊരാൾ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്ന കണ്ടപ്പം ഞാനൊന്ന് ടാറ്റ കാണിച്ചതാണ്. പിന്നെ ഫ്രണ്ട്സിനെയും കൂടെ വിളിച്ചിട്ട് എല്ലാവരും കൂടി ടാറ്റ തരുവാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ സൈഡിലെല്ലാം ഒരുപാട് പനയുണ്ട്. അതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് പോവാം. നല്ല സ്ഥലമായിരുന്നു. സൈഡൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാൻ രസമായിരുന്നു. പിന്നെ ഇവിടെ ഒരു പമ്പിൽ കയറി എണ്ണ അടിച്ച്. അതിൻ്റെ ഇടയ്ക്കാണ് അവിടെയൊക്കെ ഒരുപാട് മുരിങ്ങമരം ഇങ്ങനെ നിൽപ്പുണ്ട്. അവർക്കാർക്കും മുരിങ്ങയ്ക്ക വേണ്ടെന്ന് തോന്നുന്നു, ഉണങ്ങി നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ കരിക്ക് കുടിക്കാനായിട്ട് ഇറങ്ങിയപ്പം ഞാൻ ആ അപ്പൂപ്പനോട് ചോദിച്ച്, ഇവിടെ ആരും മുരിങ്ങയ്ക്ക പറിക്കത്തില്ലേ, കറി വെക്കില്ലേ എന്നൊക്കെ ചോദിച്ച്. ഞാൻ മലയാളത്തിലാണ് ചോദിച്ചത്. പുള്ളിയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തമിഴിലാണ് മറുപടി പറഞ്ഞത്. എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ചേട്ടൻ സംസാരിച്ച് അവരവിടെ 1 കിലോയ്ക്ക് 4 രൂപയേ ഉള്ളൂ, അവിടെ ഒന്നും അങ്ങനെ എടുക്കില്ല എന്തൊക്കെയോ പറഞ്ഞ്. എന്തായാലും അതൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവിടുന്ന് കരിക്കും കുടിച്ചിട്ട് വീണ്ടും കയറി. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്താറായിട്ടുണ്ടായിരുന്നു. അരവിന്ദ് ഹോസ്പിറ്റലിലാണ് പോയത്. വലിയൊരു ബിൽഡിങ്ങാണ്. അവിടെ എത്തിയിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നാളെയാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇന്നെല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് കാറ് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വന്നു. അങ്ങനെ അവിടെ വന്നിട്ട് 3rd ഫ്ലോറിലായിരുന്നു കാണേണ്ടത്. അപ്പം നമ്മൾ അമ്മച്ചിയമ്മയൊക്കെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടുന്ന് നടന്ന് ഉള്ളിൽ കയറിയിട്ട് ലിഫ്റ്റിലാണ് പോയത്. ലിഫ്റ്റിൽ കയറിയിട്ട് 3rd ഫ്ലോറിലായിരുന്നു ഇറങ്ങേണ്ടത്. അപ്പം അമ്മച്ചിയമ്മ ലിഫ്റ്റിൽ കയറിയിട്ട് പറയുക, എനിക്കിതിൽ പോകണ്ട എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവിടെ നിന്ന് കയറിയിട്ട് നമ്മൾ 3rd ഫ്ലോറിൽ ഇറങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ ചേച്ചിക്ക് നാണം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്തായാലും 3rd ഫ്ലോർ എത്തിയിട്ട് അവിടെ ഇറങ്ങി എല്ലാ ഡീറ്റെയിൽസും അവിടെ ചോദിക്കുക. അവിടെ ഒരു കുറച്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ ചെന്നപ്പോൾ അകത്ത് ആളുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ നാളെ രാവിലെ 7 മണിയാവുമ്പം ടോക്കൺ കൊടുത്തു തുടങ്ങും, അപ്പോഴേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചിക്കും ചേട്ടനും ഒക്കെ കാണിക്കണമായിരുന്നു. അതുകൊണ്ട് ടോക്കണൊക്കെ എടുക്കേണ്ട ടൈമും എല്ലാം ചോദിച്ചിട്ട് പിന്നെ നമ്മൾ കാറ് പാർക്ക് ചെയ്ത് എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര കാറ്റാണ്, പൊടി പറന്ന് എൻ്റെ കണ്ണിലെല്ലാം വീണ്, നല്ല കാറ്റായിരുന്നു. പിന്നെ അവിടുന്ന് പിന്നെ നമ്മൾ റൂം എടുക്കാനായിട്ട് വന്ന്. അങ്ങനെ ഇവിടെയാണ് എടുത്തത് റൂം. അവിടെ പോയി റൂമെല്ലാം എടുത്ത് ലഗേജൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അവിടെ വന്നിട്ട് പിന്നെ മോമോസാണ് വാങ്ങിച്ചത്. ആദ്യം ഫ്രൈഡ് വാങ്ങിച്ച് പിന്നെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് സ്റ്റീമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ജ്യൂസും കുടിച്ചിട്ടുണ്ട്. അവർ പൈനാപ്പിളും ഞാൻ വാട്ടർ മെലനുമാണ് കുടിച്ചത്. പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തൊട്ടപ്പുറത്ത് ട്രെയിൻസ് ഉണ്ടെന്ന് കണ്ടത്. അപ്പോൾ പിന്നെ കഴിച്ചിട്ട് വെറുതെ റൂമിൽ പോയി പോസ്റ്റ് ആവണ്ടല്ലോ, ഒരു 7 മണിയൊക്കെ സന്ധ്യാസമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ വെറുതെ അവിടെ പോയി ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എന്തോ ഓഫറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നും വാങ്ങിയില്ല. താഴത്തെ ഇത് മൊത്തം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ ഏരിയയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല കളക്ഷനുണ്ട് ടോപ്പൊക്കെ, എല്ലാം ചുറ്റിക്കറങ്ങി കണ്ട്. പിന്നെ ആണെങ്കിൽ കുട്ടികളുടെ ഒത്തിരി നല്ല ഡ്രസ്സുണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ടീഷർട്ടൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാം ഒന്ന് എടുത്തൊക്കെ നോക്കി. ബോയ്സിൻ്റെ ഉണ്ട് നല്ല കളക്ഷൻ, കുട്ടികളുടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്, അടിപൊളിയായിരുന്നു. പിന്നെ അവിടേക്ക് ഒന്ന് കറങ്ങി ഇങ്ങനെ വന്ന കൂട്ടത്തിൽ കമ്മലിൻ്റെ ഏരിയ, അടിപൊളി കമ്മലായിരുന്നു. എല്ലാം ഒന്നും വാങ്ങിയില്ല, ഞാൻ വെറുതെ നോക്കിയതേ ഉള്ളൂ, കാണാനായിട്ട് കയറിയതാണ്. അങ്ങനെ അവിടുന്ന് പിന്നെ എല്ലാം ഇറങ്ങിക്കഴിഞ്ഞിട്ട് വെളുപ്പിനെ പോകേണ്ടത് കൊണ്ട് ഫുഡ് വാങ്ങിക്കാമെന്ന് വെച്ച് ഇറങ്ങി. അങ്ങനെ ഫുഡ് വാങ്ങിക്കാനായിട്ട് പോയി. അവർക്ക് അവിടുന്ന് പൊറോട്ടയൊക്കെയാണ് വാങ്ങിച്ചത്. ഒരു ചെറിയ കടയായിരുന്നു കേട്ടോ, തട്ടുകട പോലെ ഒരു ചെറിയ കടയായിരുന്നു. അപ്പോൾ ഇതാ അവിടുത്തെ ചെറുക്കൻ കൊത്തു പൊറോട്ട ഉണ്ടാക്കുകയാണ്. ഞാൻ വെറുതെ അതിൻ്റെ വീഡിയോ എടുത്തത്. അതൊന്നും വാങ്ങിയില്ല. പൊറോട്ടയും ചിക്കൻ കറി എന്തോ ആണ് വാങ്ങിച്ചത്. എനിക്ക് വാങ്ങിച്ചില്ല, എനിക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചില്ല. എനിക്ക് നേരത്തെ മൊമോസ് കഴിച്ച കടയിൽ നിന്ന് ഒരു ബർഗർ മതിയെന്ന് ഞാൻ പറഞ്ഞ് അതാണ് വാങ്ങിച്ചത്. പിന്നെ റൂമിലെത്തി ഫ്രഷായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ.